വെക്കേഷൻ അവസാനിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് വയനാട് പിടിച്ചു. ഇത്തവണ പ്രധാന ഉദ്ദേശം മുത്തങ്ങ കാട്ടിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഒറ്റ മൃഗത്തിനെ പോലും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ എന്നിട്ട് നേരെ അവിടെ നിന്ന് ഗുണ്ടിൽപേട്ടയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ വലിയൊരു മലയുടെ മുകളിലുള്ള ഹിമവത് ടെമ്പിൾ എന്ന് പറഞ്ഞ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വീണ്ടും ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു. വരുന്ന വഴിക്ക് മോക്കൊരു പരിപാടി ഉണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ കാർട്ടൂണൊക്കെ കാണുമ്പോൾ അതിങ്ങനെ അഭിനയിക്കുക. അപ്പോൾ കാറിലിരുന്നിട്ട് അവളെങ്ങനെ അതൊക്കെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾ മുത്തങ്ങ കാട്ടിൽ കുറച്ച് മാൻകൂട്ടത്തെ കണ്ടത്. അത് ഞങ്ങളിങ്ങനെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് കുറേ സമയം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അതിങ്ങനെ ദൂരത്തേക്ക് ഓടി മാറി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനയാണ് വരുന്നതെങ്കിൽ നമ്മളിങ്ങനെ നിർത്തി നോക്കുമെന്ന്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴേക്കും ഒരു ആന റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അത്രയും നേരെ നമ്മുടെ വണ്ടീൻ്റെ മുമ്പ് തന്നെയാണ് ആന വന്നത്. കുറച്ചധികം സമയം ഹോൺ അടിച്ച് പിടിച്ചപ്പോഴാണ് ആന തിരികെ അതിൻ്റെ വഴിക്ക് തന്നെ പോകാൻ തുടങ്ങിയത്. വളരെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ആന വണ്ടിയെ ആക്രമിക്കും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇത്തവണത്തെ വയനാട് യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവമായി മാറി ഈ ആന വന്നതുകൊണ്ട്.